ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ വാളിനെ കുറിച്ചാണ്. സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്? ദ സെൽസ് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ, ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ ഹാവ് റിജിഡ് സെൽ വാൾ ഔട്ട്സൈഡ്. ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറത്തായിട്ട് ഒരു സെൽ വാൾ പ്രസൻ്റ് ആയിരിക്കും. ഏതിനൊക്കെ? ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് പ്രസൻ്റ് ആണ്, ബാക്ടീരിയയ്ക്ക്, അതുപോലെ ഫഞ്ചൈ, അതുപോലെ നമ്മുടെ പ്ലാന്റ്സിനും പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് സെൽ വാൾ ഈസ് ആബ്സെൻറ്റ് ഇൻ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ഒരു തരം ബാക്ടീരിയ ആണ്. ആൻഡ് ദേ ലാക്ക് സെൽ വാൾ. സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. ഇനി നമുക്ക് ഈ സെൽ വാളിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ബാക്ടീരിയയിലും ഫംഗയിലും എന്താണെന്ന് നോക്കാം. ഇൻ ബാക്ടീരിയ ആൻഡ് സം ഫഞ്ചൈ, സെൽ വാൾ ഈസ് ഫോംഡ് ഓഫ് പ്രോട്ടീൻ ആൻഡ് നോൺ സെല്ലുലോസിക് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് പ്ലാന്റ്സിന് ഒഴികെ ബാക്ടീരിയക്കും ഫഞ്ചൈക്കും ഒന്നും സെല്ലുലോസ് ആബ്സെൻ്റ് ആയിരിക്കും. പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം സെല്ലുലോസിക് സെൽ വാൾ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ബാക്ടീരിയയിലും ഫഞ്ചൈയിലും നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് ഒരു എക്സാമ്പിളാണ് സെല്ലുലോസ്. അതായത് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സെല്ലുലോസ് ഉണ്ടാവുന്നത്. സോ ഇതല്ലാതെ ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സ്, വേറെ കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടാണ് ബാക്ടീരിയയിലും ഫഞ്ചൈയിലും ഉള്ളത്. But in certain fungi, most alga and green plant, it is formed mostly of polysaccharides. ഇതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കൂടി ചേർന്ന് പോളിസാക്കറൈഡ്സ് ആയിട്ടാണ് ഒരുപാട് ഫഞ്ചൈ, ആൽഗ ആൻഡ് ഗ്രീൻ പ്ലാന്റ്സിൽ ഉള്ളത്. In plants, cell wall has two portions, namely an amorphous and less crystalline matrix, അതായത് ground substance, and a system of semi-crystalline microfibrils embedded in the matrix. അതായത് സെൽ വാൾ എന്ന് പറയുന്നത് അവർക്ക് രണ്ട് പോർഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നൊരു അമോർഫസ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ട്, അതായത് ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. ഈ മാട്രിക്സിൻ്റെ മേലെയായിട്ട് ഒരുപാട് മൈക്രോ ഫൈബ്രിൽസ് അടുക്കി വെച്ചിട്ടാണ് സെൽ വാൾ ഫോം ചെയ്യുന്നത്. ഈ മൈക്രോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത് ഒരുപാട് സെല്ലുലോസ് മോളിക്യൂൾസ് ഒരു റോപ്പ് പോലെ ഒരുപാടെണ്ണം ചുറ്റിയിട്ടുണ്ടാവുന്നതാണ്. അതിനൊരു ഈ ഒരു മൈക്രോ ഫൈബ്രിൽസിൻ്റെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. അതായത് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ ഒരു സെല്ലുലോസ് ആയിട്ട് മാറും. ഇവർ ഒരുപാട് കൂടി ചേർന്നിട്ടാണ് മൈക്രോ ഫൈബ്രിൽസ് ഉണ്ടാവുന്നത്. ഈ മൈക്രോ ഫൈബ്രിൽസ് ഈ മാട്രിക്സിൽ എംബെഡ് ചെയ്തിട്ടാണ് സെൽ വാൾ ഫോം ചെയ്യുന്നത്. സോ ആ മാട്രിക്സ് എന്തൊക്കെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഹെമി സെല്ലുലോസ്. എക്സാമ്പിളാണ് സൈലാൻ, മാനൻ, ഗാലക്ടാൻ, അരാബിനാൻ, ദെൻ പെക്റ്റിക് കോമ്പൗണ്ട്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വാക്സസ്, മ്യൂസിലേജസ് ആൻഡ് ബയോളജിക്കൽ പ്ലാസ്റ്റീസ്. അതായത് ലിഗ്നിൻ, ക്യൂട്ടിൻ, സുബെറിൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും. ലിഗ്നിൻ, ക്യൂട്ടിൻ, സുബെറിൻ, ദെൻ വാക്സ്, ലിപ്പിഡ്, പ്രോട്ടീന് ഇതുപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടൊരു മാട്രിക്സ് ഉണ്ടാവും. ആ മാട്രിക്സിലായിട്ട് നമ്മുടെ മൈക്രോ ഫൈബ്രിൽസ് അടുക്കി വെച്ചിട്ടാണ് സെൽ വാൾ ഫോം ചെയ്യുന്നത്. So microfibrils form the structural framework of cell wall. സെല്ലുലോസിൻ്റെ മൈക്രോഫൈബ്രിൽസ് ആണ് ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. In most cases they are formed of cellulose, but in yeast and some fungi cell wall is formed of chitin, in some algae by xylant and in still others by mannans. നമ്മൾ പറഞ്ഞു ഈ മൈക്രോഫൈബ്രിൽസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ കേസിൽ സെല്ലുലോസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് അവിടെ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആയിരിക്കും. പക്ഷേ ഫംഗിയുടെയും ചില ഈസ്റ്റിൻ്റെയും കേസിൽ, ഈസ്റ്റും ഫംഗിയാണ്, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് കൈറ്റിനെ കൊണ്ടായിരിക്കും. കൈറ്റിനും ഒരു പോളിസാക്കറൈഡ് ആണ്. ഇനി ആൽഗയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സൈലാൻസ് ആൻഡ് സ്റ്റിൽ അതേഴ്സ് ബൈ മാനൻസ്. Cellulose molecules are long and unbranched chains formed of glucose units. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് β16 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടാണ് സെല്ലുലോസ് ഫോം ചെയ്യുന്നത്. സെല്ലുലോസ് മൈക്രോഫൈബ്രിൽസ് ഗിവ് ദി സെൽ വാൾ കോമ്പാക്ട്നെസ്, ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് പ്ലാസ്റ്റിസിറ്റി. A mature cell wall of plant has 3 layers, namely middle lamella,
പ്രൈമറി സെൽ വാൾ ആൻഡ് സെക്കൻഡറി സെൽ വാൾ. ഒരു സെൽ വാളിന് 3 ലെയേഴ്സാണുള്ളത്. നമ്മൾ പുറമേ നിന്നാണ് എണ്ണുന്നത്. ഏറ്റവും പുറമേ ആയിട്ട് മിഡിൽ ലാമില്ല, ദെൻ പ്രൈമറി സെൽ വാൾ ഉണ്ടാവും, ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് സെല്ലിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡറി സെൽ വാളും ഉണ്ടാവും. ഇതിൽ മിഡിൽ ലാമില്ല എന്ന് പറയുന്നത് ആക്ച്വലി സെൽ വാൾ അല്ല. അത് ശരിക്കും 2 സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന സിമെൻറ്റിങ് മെറ്റീരിയലാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക. ഈ സെല്ലുകളൊക്കെ സെപ്പറേറ്റ് ആയി നിൽക്കുകയല്ല, ഓരോ സെല്ലുകളും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ കണക്റ്റിംഗ് മെറ്റീരിയലാണ് ശരിക്കും മിഡിൽ ലാമില്ല എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് മിഡിൽ ലാമില്ല ഉണ്ട്. ഈ മിഡിൽ ലാമില്ലാണ് 2 സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓരോ സെല്ലിനും ഓരോ സെല്ലിൻ്റെ സെൽ വാളിനും ഒരു പ്രൈമറി ലെയറും ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡറി സെൽ വാളും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ എന്താണ്, 2 സെല്ലുകളുടെ, അതായത് 2 സെല്ലിൻ്റെ ഔട്ടർ ലെയറായിട്ടുള്ള പ്രൈമറി വാളുകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ മിഡിൽ ലാമില്ല എന്ന് പറയുന്നത്. സോ ഒരു മിഡിൽ ലാമില്ലയുടെ 2 ഭാഗത്തും നോക്കിയാൽ എന്തായിരിക്കും, പ്രൈമറി സെൽ വാൾ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഭാഗത്ത് ഒരു സെല്ലിൻ്റെ പ്രൈമറി സെൽ വാളും മറ്റേ ഭാഗത്ത് അഡ്ജസൻറ്റ് സെല്ലിൻ്റെ പ്രൈമറി വാളും, അതിൻ്റെ നടുവിലായിട്ടാണ് മിഡിൽ ലാമില്ല ഉണ്ടാവുക. ഓക്കെ, ദെൻ മിഡിൽ ലാമില്ല, അടുത്തത് പ്രൈമറി വാള്, ദെൻ സെക്കൻഡറി വാള്. സെക്കൻഡറി വാൾ ഇൻ ടേൺ 3 ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും, മിഡിൽ ലെയർ ഉണ്ടാവും, ഇന്നർ ലെയറും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് മിഡിൽ ലാമില്ല നോക്കാം. ഇറ്റ് ഈസ് ദി ഇൻ്റർ സെല്ലുലാർ ലെയർ ബിറ്റ്വീൻ 2 സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ള ലെയറാണ്. ഇറ്റ് സെർവ് ആസ് എ കോമൺ ബൗണ്ടറി ഓർ സിമെൻറ്റിംഗ് ലെയർ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മെയിൻലി കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്റ്റൈൻ ആൻഡ് അതർ പോളിമേഴ്സ്. ഓൺ either സൈഡ് ഓഫ് ദി മിഡിൽ ലാമില്ല പ്രൈമറി വാൾ ഈസ് പ്രസൻറ്റ്. അല്ലേ, മിഡിൽ ലാമില്ലയുടെ 2 ഭാഗത്തും പ്രൈമറി വാളാണ് ഉണ്ടാവുക. ആ 2 സെല്ലുകളുടെ ഔട്ടർ ലെയറാണ് പ്രൈമറി വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രൈമറി വാൾ എന്താണെന്ന് നോക്കാം. Primary wall is formed in all plant cells during the early stages of growth and development. ഒരു പ്ലാന്റ് സെല്ല് ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവയുടെ പ്രൈമറി സെൽ വാളും ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മെഷ് വർക്ക് ഓഫ് സെല്ലുലോസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഹെമി സെല്ലുലോസ്, പെക്റ്റിക് സബ്സ്റ്റൻസ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. സോ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെല്ലുലോസ്, ദെൻ ഹെമി സെല്ലുലോസ്, മെയിൻലി സെല്ലുലോസ് ആണ്, പിന്നെ ഹെമി സെല്ലുലോസ് ഉണ്ടാവും, പെക്റ്റിക് സബ്സ്റ്റൻസ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും, ലിപ്പിഡ്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഇവരൊരു മാട്രിക്സ് പോലെയാണ് ഉണ്ടാവുക. ആൻഡ് അതിൻ്റെ മേലെ ആയിട്ടായിരിക്കും സെല്ലുലോസ് മൈക്രോ ഫൈബ്രിൽസ് ഉണ്ടാവുന്നത്. ദെൻ പ്രൈമറി സെൽ വാൾ ഈസ് ലൂസ് ആൻഡ് ഇലാസ്റ്റിക് ജാക്കറ്റ്. ഒരു ലൂസായിട്ടുള്ള ഒരു വാളാണ്. കാരണം സെല്ല് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇവരും ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകും. അതുകൊണ്ട് ടൈറ്റ് ആയിട്ടല്ല, ലൂസായിട്ടാണ് ഇവരുണ്ടാവുക. സോ ഇറ്റ് പെർമിറ്റ്സ് ദി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി സെൽ. In the cells of many fleshy stems and fruit, it is alone is present, secondary wall being absent. പ്രൈമറി വാളിൻ്റെ ഉള്ളിലുള്ള ഒരു ഡെപ്പോസിഷനാണ് സെക്കൻഡറി വാൾ എന്ന് പറയുന്നത്. പക്ഷേ ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെമ്മിലും ഫ്രൂട്ടിലും ഒക്കെ പ്രൈമറി വാൾ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. സെക്കൻഡറി വാൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈമറി വാളിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം, അതായത് ഒരു സെല്ല് മെച്യൂർഡ് ആയതിന് ശേഷം മാത്രം ഉണ്ടാവുന്ന ലെയറാണ്. In others, a secondary wall is laid down inside it after the cell has attained maturity. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡറി സെൽ വാൾ എന്താണ് എന്ന് നോക്കാം. സെക്കൻഡറി സെൽ വാൾ ഈസ് ഫോംഡ് ഓൺലി ആഫ്റ്റർ ദി പ്രൈമറി സെൽ വാൾ ഹാസ് ഫിനിഷ്ഡ് ഇറ്റ് ഗ്രോത്ത്. അതായത് ഒരു സെല്ലിന് പ്രൈമറി സെൽ വാള് ഫിനിഷ് ചെയ്തു, അവരുടെ ഗ്രോത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം അഡീഷണൽ ഡെപ്പോസിഷൻ പോലെ ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി വാള്. നമ്മൾ സ്ക്ലീറൻ കൈമയുടെ കോളൻ കൈമയുടെ ഒക്കെ കേസിൽ പഠിച്ചു. അവർ ബാക്കിയുള്ള, അതായത് ലിഗ്നിന്, പെക്റ്റിന് പോലെയുള്ള സബ്സ്റ്റൻസ് പ്രൈമറി വാളിൻ്റെ ഉള്ളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി വാള് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ മെച്യൂർ സെൽസ്.
Once it lay down, the cells normally stop growing. In some cases, protoplasm dries up and cells die. നമ്മൾ സ്ക്ലീറൻ കൈമയുടെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു നോർമലായിട്ടുള്ള ലിവിങ് സെല്ലായിരുന്നു. പക്ഷെ അവർ മെച്യൂർ ആയതിനു ശേഷം അവയുടെ സെക്കൻഡറി വോള് തിക്കൻ ചെയ്യാൻ തുടങ്ങും. അതായത് ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും സെക്കൻഡറി വോളിൽ. സോ ഗ്രാജുവലി അവയുടെ ന്യൂക്ലിയസ് ഡ്രൈ ആവും, പ്രോട്ടോപ്ലാസം ഡിസ്ട്രോയ് ആവും. സോ അങ്ങനെ അവരൊരു ഡെഡ് സെല്ലായിട്ട് മാറും. സോ ഇതേ കേസാണ് ചില കേസിൽ സെക്കൻഡറി വാള് ഫോം ചെയ്യുമ്പോൾ ദ പ്രോട്ടോപ്ലാസം ഡ്രൈസ് അപ്പ് ആൻഡ് സെൽസ് ഡൈ. എക്സാമ്പിളാണ് ഫൈബേഴ്സ്, അതുപോലെ സ്ക്ലീറൻ കൈമ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. സെക്കൻഡറി വാൾ ഈസ് ഫോംഡ് ഓഫ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, ലിഗ്നിൻ, സുബേറിൻ, cutin, waxes, etc. So usually pectic compounds are absent in it. Secondary cell wall usually has a trilamellar organization. നമ്മൾ നേരത്തെ ആ ഒരു പിക്ചർ കണ്ടപ്പം പറഞ്ഞു അവർ യൂഷ്വലി 3 ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ഔട്ടർ ലെയറും ഉണ്ടാവും, ഒരു മിഡിൽ ലെയറും ഉണ്ടാവും, ഒരു ഇന്നർ ലെയറും ഉണ്ടാവും. ഓൾ ദീസ് മേ നോട്ട് ബി പ്രസൻറ്റ് ഇൻ ഓൾ പ്ലാന്റ്സ്. ചിലപ്പോൾ എല്ലാ പ്ലാന്റ്സിലും ഈ 3 ലെയേഴ്സും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. Then secondary wall may be strengthened for extra support to plants by excessive deposition of lignin or extra cellulose. നമുക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞു സ്ക്ലീറൻ കൈമ എന്നൊക്കെ പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ ആണ്. കാരണം അവർക്ക് നല്ല തിക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡറി വോൾ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ സെക്കൻഡറി വോളിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം. അതായത് ലിഗ്നിന് അല്ലെങ്കിൽ സെല്ലുലോസൊക്കെ ഓവർ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് കൂട്ടിയാൽ നമ്മളുടെ പ്ലാന്റ്സിന് അതൊരു മെക്കാനിക്കൽ സപ്പോർട്ട് കിട്ടും. ഇൻ സം പ്ലാന്റ്സ് സെക്കൻഡറി വാൾ ഗെറ്റ്സ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് സുബേറിൻ ടു ഫോം കോക്ക് ടിഷ്യൂസ്. Secondary wall formation usually results in the differentiation of parenchyma, collenchyma, sclerenchyma, fibers, etc. നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പാരൻകൈമയും കോളൻകൈമയും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ സെക്കൻഡറി വാളിലായിരിക്കും. അതിൽ വരുന്ന ഡെപ്പോസിഷൻ അനുസരിച്ചാണ് സ്ക്ലീറൻകൈമ എന്നൊക്കെ പറയുന്നത്.